ഹലോ, ഇന്നത്തെ വീഡിയോ ഞാനൊരു ഫുഡ് ഫെസ്റ്റിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് കുറച്ച് പണികളൊക്കെ അതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ടില്ലേ, ആ പോസ്റ്ററാണ് ഈ പ്രോഗ്രാം. അപ്പോൾ ശംഖുപുഷ്പം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടത്. ആർട്ടിഫിഷ്യൽ കളറൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഒരു സ്നാക്ക്, ഒരു ഡ്രിങ്ക്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ശംഖുപുഷ്പം കുറച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് നന്നായിട്ട് ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. അത് ആട്ടപ്പൊടിയിലേക്ക് ഇട്ടിട്ട് ആ വെള്ളം ഒഴിച്ചിട്ടാണ് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഫൈനലായിട്ടുള്ള റിസൾട്ട് നിങ്ങൾ കണ്ടു നോക്കി എത്രത്തോളം കളറ് കിട്ടിയെന്ന്. ഇത് ചെയ്ത് വരുമ്പോൾ എത്രത്തോളം കളറ് കിട്ടുന്നുള്ളത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം മൈദപ്പൊടി യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് മോമോസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഡോ കുഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര കളറേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് കളറാണ്. എന്തായാലും അത് യൂസ് ചെയ്ത് ചെയ്യാന്നുള്ളത് അല്ലേ നമുക്ക് പറഞ്ഞത്. ഫില്ലിംഗ് ആയിട്ട് ക്യാബേജ്, ക്യാരറ്റ്, സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചിക്കനിൽ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ബട്ടറിലൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കും. അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കുറച്ച് സോയ സോസും ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് ഒരു മസാല ആക്കി എടുക്കും. കുറേ നേരം വഴറ്റിയത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. എന്നിട്ടത് മോമോസിൻ്റെ ഫില്ലിങ്ങിലാക്കിയിട്ട് മോമോസിൻ്റെ ഷേപ്പാക്കി എടുക്കും. പിന്നെ ഞാൻ ചെയ്തത് സ്വീറ്റ് പൊട്ടാറ്റോ സ്മൂത്തി ആയിട്ട് നമ്മൾ മധുരക്കിഴങ്ങ് വെച്ച സ്മൂത്തിയാണ്. അത് അടിപൊളിയായിരുന്നു. അത് ഞാനും ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്. പക്ഷേ എന്താ സാധനം നമുക്ക് കഴിക്കുമ്പോൾ മനസ്സിലാവില്ല. നല്ല ടേസ്റ്റാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ സ്വീറ്റ് പൊട്ടാറ്റോയും പാലും മിൽക്ക് മെയ്ഡും കാഷ്നട്ടും ബദാമും കൂടി നന്നായിട്ട് സ്മൂത്തി ആക്കി എടുക്കുക. മോമോസിന് കൂട്ടാനായിട്ട് ഞാനൊരു തക്കാളി ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് പ്രൈസൊന്നും കിട്ടിയിട്ടില്ല. പ്രൈസ് കിട്ടിയത് ഏതൊക്കെയാണെന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു പരിപാടിക്ക് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അതിന് മനസ്സിലായി, എങ്ങനെ ചെയ്യണം എന്താക്കണം എന്നൊക്കെ. അപ്പോൾ ഇതേപോലെ ഞാൻ പ്രസൻറ്റ് ചെയ്ത് സ്മൂത്തി കുടിച്ച് നോക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു ഇതെന്താ സാധനം എന്നൊന്ന് ഗസ് ചെയ്യാൻ. അപ്പോൾ അവരെന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇത് മധുരക്കിഴങ്ങാണെന്ന്. അപ്പോൾ എല്ലാവരും വണ്ടടിച്ചു. കാരണം കഴിച്ചപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഇത് സാധാ മധുരക്കിഴങ്ങന്നല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടെന്നല്ലേ. ഞാൻ കൊണ്ടുപോയ രണ്ടെണ്ണത്ത് വെച്ച് സ്മൂത്തിയാണ് മുന്നിൽ നിന്നത് കേട്ടോ. ഇതിനാണ് 3rd പ്രൈസ് കിട്ടിയത്. അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഗീ റൈസാണ്. ഫസ്റ്റ് കിട്ടിയത് ഇതിനാണ്. ഇത് ക്യാരറ്റ്, ബീട്രൂട്ട് അതിൻ്റെ ഒക്കെ ജ്യൂസ് എടുത്തിട്ട് ഉണ്ടാക്കിയ പുട്ടാണ്. സെൻറ്ററിൽ ശംഖുപുഷ്പം വെച്ചിട്ട്. ഇതൊക്കെ ഒരാൾ തന്നെയാണ്. ഇത് ചെയ്തിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ടുള്ള മോമോസാണ്. ഇത് ചെയ്ത് കറക്റ്റ് കളറ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതേപോലെ മുത്താറിപ്പൊടി വാട്ടി ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ ശർക്കരയിലൊക്കെ ആക്കിയതോ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ കുറേ ധാന്യങ്ങളിട്ട പായസം. പക്ഷെ അവർ കളർ ആഡ് ചെയ്തില്ല. പിന്നെ ഇത് എൻ്റേത്. ഇതിനാണ് 2nd പ്രൈസ് കിട്ടിയത്. ഇത് അമൃതപ്പൊടിയും കുറേ ധാന്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്തൊരു പായസം പോലെ ഇലകളും എല്ലാം ഇട്ടൊരു പായസം പോലെ ഇതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പരിപാടിക്ക് പങ്കെടുക്കുന്നത്. അതിൻ്റേതായ ടെൻഷനും ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.